നാട്ടിൽ നിന്ന് മേളകൾക്കൊരു കുറവില്ല. ഞാൻ ഈ മേളകളിൽ പൊതുവെ താല്പര്യമില്ലാത്ത ഒരാളാണ്. എൻ്റെ ഒരു പ്രകൃതം തന്നെ അങ്ങനെയാണ്. വലിയ മേളകളൊന്നും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇഷ്ടമല്ല. ഞാനതിന് പോകാറുമില്ല. മേളകൾ, വലിയ ആർഭാടം, വലിയ ഭക്ഷണം, വലിയ കാട്ടിക്കൂട്ടൽ, വലിയ കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോൾ എനിക്ക് പേടിയാവലാണ് ചെയ്യുക. അതിനെ വെറുക്കല്ല ഞാൻ ചെയ്യുക. എനിക്കെൻ്റെ ഉള്ളിൽ നിന്നൊരു പേടി വരും. ഇന്നലെ ഒരു സ്ഥലത്ത് ഞാനൊരു കല്യാണ വീട്ടിൽ പോയി. കല്യാണത്തിന് അല്പം മുമ്പ് ആണ് പോയത്. കല്യാണം 2 ദിവസം കഴിഞ്ഞിട്ടാണ്. എനിക്കന്ന് ഒഴിവുണ്ടാവില്ല. വളരെ നിർബന്ധിച്ച് വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾ ആയതുകൊണ്ട് പോയി. ഭക്ഷണമെല്ലാം നിർബന്ധിച്ചപ്പോൾ കഴിച്ചു. ഉച്ച കഴിഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ഭക്ഷണം കഴിച്ചപ്പോൾ വളരെ സന്തോഷമുണ്ടായി. കാരണം നിങ്ങൾ വളരെ കുറഞ്ഞ സാധനമേ വിളമ്പി വെച്ചുള്ളൂ. അതാണ് എൻ്റെ സന്തോഷം. ഒരു പ്ലേറ്റിൽ കഴിക്കാനുള്ള ഭക്ഷണം, അതിൻ്റെ ഒരു കൂട്ടാനോ അല്ലാതെ ഒരു സാധനം ഉണ്ടായിരുന്നില്ല. ഞാൻ വളരെ സന്തോഷിച്ചു. ഇത് ചെറുപ്പം മുതൽ എൻ്റെ രക്തത്തിൽ ഊട്ടപ്പെട്ടൊരു സംഗതിയാണ്. എനിക്ക് മേശപ്പുറത്ത് ഒരുപാട് സാധനം കാണുമ്പോൾ എനിക്ക് പേടി വരും. എന്തോ ഒരു ഉൾഭയം. ഇതൊക്കെ വേസ്റ്റാണല്ലോ, ഇതൊന്നും നമ്മൾ കഴിക്കൂലല്ലോ, ഇതൊക്കെ എന്തിനാണ്, ഒരു ചാണ് വയറിന്. അങ്ങനെ ഒരുപാട് ചിന്ത എന്നെപ്പോലെ ഒരാളെ മനസ്സിലേക്ക് വരും. അതുകൊണ്ട് സ്വതവേ തന്നെ മേളകളോട് താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ മക്കളെ ടൂറ് പറഞ്ഞേക്കാറില്ല. എൻ്റെ പഴയ ഒരു സ്വഭാവമാണ്. കുട്ടികൾ സ്കൂളിൽ നിന്ന് ടൂറ് ചോദിച്ചാൽ പോലും ചിലപ്പോഴൊക്കെ വീട്ടുകാരുമായിട്ട് ഞാൻ കർശനമായിട്ട് വേണ്ട എന്ന് ഞാൻ പറയും. അപ്പോൾ വീട്ടുകാർ ഒന്നുകൂടി റെക്കമെൻഡ് ചെയ്യും, കുട്ടികളല്ലേ ചില സന്തോഷമൊക്കെ വേണ്ടേ, സ്കൂളിൽ നിന്ന് ഒന്നിച്ചു പോവല്ലേ. ഞാൻ പറയും അത്ര സന്തോഷം മതി. വല്ല ടൂറ് ആഘോഷങ്ങൾ, ഇതൊക്കെ എൻ്റെ ഒരു താല്പര്യം, എൻ്റെ ഒരു രീതി പറയാണ് ഞാൻ. ടൂറൊക്കെ തെറ്റാന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. ചില ടൂറുകളൊക്കെ തെറ്റാണ്, ചില ടൂറുകൾ അപകടകരങ്ങളുമാണ്. അതിലേക്ക് ഞാൻ കടക്കണില്ല. മിക്ക ടൂറുകളും അപകടകരങ്ങളാണെന്നാണ് നാട്ടിൽ നിന്നുള്ള അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ചിലതെന്ന് പറഞ്ഞാൽ പോരാ. എൻ്റെ ഒരു പ്രകൃതമാണിത്. അതുകൊണ്ട് വല്ലാത്ത ഓവറായ മേളകൾ, ആഘോഷങ്ങൾ, പിന്നെ ഇപ്പോൾ കലാപരിപാടികൾക്കൊരു പഞ്ഞുമില്ലാത്ത കാലമാണിന്ന്. ഇഷ്ടം പോലെയാണ്. പിന്നെ ഇപ്പോൾ കലാപരിപാടി നടത്താൻ വേണ്ടി മാത്രം നമ്മൾ സംഘടിച്ച് കൂടേണ്ട ആവശ്യവും ഇല്ല. ഇഷ്ടം പോലെയാണ്. ആളുകൾക്ക് മടുത്തിരിക്കണം. ഇതൊക്കെ കുടുംബസംഗമങ്ങൾ ദ്രോഹകരമാകാനുള്ള സാധ്യതകളാണ്. അങ്ങനൊന്നും ആകാതിരിക്കട്ടെ. ഇനി കുടുംബസംഗമങ്ങൾ നന്നാകാനുള്ള കാര്യങ്ങൾ പറയാം. പരസ്പരം പരിചയപ്പെടുക. ഒരു കുടുംബത്തിലുള്ളവർ, വളരെ വിദൂരത്തുള്ളവരും അടുത്തുള്ളവരും, ആദ്യമായിട്ട് ചൊക്കിളി കുടുംബത്തിൽപ്പെട്ടവർ ഇവിടെ വെച്ച് കണ്ടുമുട്ടുന്നവരുണ്ടാവും. എനിക്കുറപ്പാണ്. അത് ഉത്തമമാണ്, അത് നന്മയാണ്. പരസ്പരം സ്നേഹപ്പെടുക കുടുംബത്തിൽപ്പെട്ടവർ, അത് ഉത്തമമാണ്. ഒന്നിച്ചിരിക്കുക, അത് ഉത്തമമാണ്. ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക വളരെ ഉത്തമമാണ്. ഏതൊരു ഭക്ഷണത്തെക്കുറിച്ചാണോ ഞാൻ പേടിയെന്ന് പറഞ്ഞത്, അതേ ഭക്ഷണം തന്നെ ഒന്നിച്ച് കഴിക്കുമ്പോൾ ഉണ്ടായിത്തീരുന്ന ഒരു നന്മയാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. നമുക്കാർക്കും ഇപ്പോൾ ഉച്ചക്ക് ഭക്ഷണത്തിന് പഞ്ഞായിട്ടല്ല, അല്ലെങ്കിൽ വൈകിട്ടോ രാവിലെയോ, എല്ലാവരും കൂടി കുടുംബത്തോടൊപ്പം കഴിച്ചു. ഒരു പിടി ചോറ്. നാളെ അങ്ങനെ കഴിക്കാൻ കഴിയുമെന്ന് ആര് കണ്ടു? നാളെ ഇതേമാതിരി എല്ലാവരും കൂടി ഒന്നിച്ചിരിക്കുമെന്ന് ആരറിഞ്ഞു? എത്ര ആൾ എണ്ണം കുറയും? ഉറപ്പുള്ളൊരു കാര്യമാണ്. അള്ളാഹു എല്ലാവർക്കും ദീർഘായുസ് തരട്ടെ, നമുക്കൊക്കെ ദീർഘായുസ് തരട്ടെ. ഇനി ഇങ്ങനെ കൂടാൻ ഒരുപാട് തവണ റബ്ബ് അനുഗ്രഹിക്കട്ടെ. എന്നാലും ലോക നിയമമാണ്. ഒരു സദസ്സിൽ ഒരുമിച്ച് കൂടിയാൽ അതേമാതിരി വീണ്ടും ഒരുമിച്ച് കൂടുന്നില്ല. എൻ്റെ എളിയ സംസാരത്തെക്കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞു. മദീനയിലേക്കുള്ള പാത എൻ്റെ അല്ല, ഈ നാടിൻ്റെ ഓർമ്മയിൽ മനുഷ്യരുടെ മനസ്സിൽ എന്നും പച്ച പിടിച്ച് നിൽക്കുന്ന ഒരു സദസ്സാണ്.
അതിൽ പങ്കെടുത്തവർ അതേമാതിരി ഇനി സംഘടിപ്പിക്കാൻ ഒരാൾക്കും കഴിയില്ല. എത്ര ആൾ മരിച്ചു പോയിട്ടുണ്ടാവും. ഞാനിങ്ങനെ ആലോചിക്കും. കുട്ടികൾ എന്നോട് പറയും ഞാൻ ബാപ്പാൻ്റെ കൂടെ അത് കേൾക്കാൻ വന്ന ആളാണ്. ഇവിടെ സലാം സാഹിബ് കുറേ നല്ല കാര്യങ്ങൾ പറഞ്ഞു. നല്ല കാര്യമാണ് ആ പറഞ്ഞതൊക്കെ. എൻ്റെ എളിയ വാക്കുകൾ അദ്ദേഹത്തെ പോലുള്ള ചിന്തിക്കുന്ന മനുഷ്യന്മാരിൽ ആ ഒരു പ്രായത്തിൽ ചെറുപ്പത്തിൽ ഞാനപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ ദുആ ചെയ്യായിരുന്നു, അള്ളാഹു അത് കബൂലാക്കണേ. അത്ര എനിക്ക് ആഗ്രഹിക്കാൻ നിവൃത്തിയുള്ളൂ. അദ്ദേഹം വേറൊരു ഉദ്ദേശത്തിന് പോയി. എൻ്റെ വാക്ക് കേട്ടപ്പോൾ ആ ഉദ്ദേശം മാറ്റി വെച്ച് വേറൊരു സംഗതിയിലേക്ക് മാറി. ഒരാളെ വാക്ക് കൊണ്ടൊരു മനുഷ്യനെടുക്കുന്ന ഒരു തീരുമാനമാണത്. ഒരാളെ ശബ്ദം വാക്ക് കേട്ട് ഒരാൾ ഒന്ന് വെടിയാനും മറ്റൊന്നിനെ എടുക്കാനും തീരുമാനിച്ചു. വലിയ വലിയ സംഗതികളാണ്. റബ്ബന തഖബ്ബൽ മിന്ന, ഞങ്ങളുടെ രക്ഷകനെ റബ്ബേ ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണേ എന്ന് ദുആ ചെയ്യാൻ മാത്രമേ അത് കേൾക്കുമ്പോൾ സാധിക്കൂ. അപ്പോൾ ഇതൊക്കെ കുടുംബസംഗമത്തിൻ്റെ നന്മകളാണ്. വേറെ ഒരുപാട് നന്മകളുണ്ട് കുടുംബസംഗമത്തിൽ. കുടുംബത്തിലെ അവശരായ ആളുകളെ കണ്ടെത്തി സഹായിക്കാം. ഈ ലോകത്ത് ഒരു കുടുംബവും മുഴുവൻ സമ്പന്നരോ ആയിരിക്കില്ല. എത്ര സമ്പന്ന കുടുംബത്തിലും അതിൻ്റെ അകത്തേക്ക് ഇറങ്ങിയാൽ കഷ്ടപ്പെടുന്നവരുണ്ടായിരിക്കും. നമ്മളൊക്കെ നാട്ടിൽ വിശേഷിച്ചു. അവരെ സഹായിക്കാം. കുട്ടികളെ കെട്ടിച്ചയക്കാൻ ബുദ്ധിമുട്ടുന്നവരെ കണ്ടെത്താം. പഠിക്കാൻ മിടുക്കുള്ള കുട്ടികളെ, ആൺകുട്ടികളെയും പെൺകുട്ടികളെയും. കുടുംബബന്ധത്തിൽ വിവാഹം ഹറാമല്ലല്ലോ. വിവാഹം ഹറാമായ ബന്ധമല്ലാത്ത ഒരുപാട് ബന്ധം ഉണ്ടാവുമല്ലോ ഒരു വിശാല കുടുംബത്തിൽ. ഹറാമെന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത ബന്ധത്തിലല്ലേ ഇത് വിവാഹ ബന്ധം വിലക്കപ്പെട്ടിട്ടുള്ളൂ. ബാക്കിയുള്ള എളാപ്പ മുത്താപ്പ മക്കൾ വരെ, അമ്മാമ്മമാരെ മക്കൾ വരെ പരിശുദ്ധ റസൂൽ വിവാഹം അനുവദിച്ചിരിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. കുടുംബസംഗമത്തിന് അങ്ങനെയൊക്കെ നടക്കാം. വലിയ പുണ്യങ്ങളുണ്ടായിത്തീരാം. ഒക്കെ പോട്ടെ, പരിചയപ്പെടാം. വലിയൊരു സംഗതിയാണ് പരിചയപ്പെടൽ. ഞാൻ ഒരാളെ പരിചയപ്പെട്ടു. ഇന്ന് ഞാൻ ഈ സദസ്സിൽ വന്നു പോയി. എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണത്. നിങ്ങൾക്ക് മാത്രമല്ല, ഇത്രയും മനുഷ്യന്മാർ, ഇത്രയും നല്ലവരായ ആളുകൾ, ഇത്രയും എൻ്റെ കുടുംബക്കാർ, അവരെല്ലാവരും കൂടി വന്നിരിക്കുകയാണ്. എൻ്റെ കുടുംബം തന്നെ ഞാൻ വിചാരിച്ചാൽ എന്താ തകരാറ്? ഇതൊക്കെ എൻ്റെ ഉമ്മയെപ്പോലുള്ള ഉമ്മമാരെ ഞാൻ ഇവിടെ കാണുന്നു, എൻ്റെ ഉപ്പയെപ്പോലുള്ളവരെ കാണുന്നു, എൻ്റെ സുഹൃത്തുക്കളെ കാണുന്നു, ഓമന മക്കളെ കാണുന്നു. അപ്പോൾ പരിചയപ്പെടാം. ഇനി ഇതിനേക്കാളൊക്കെ അപ്പുറത്തുള്ളൊരു പുണ്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കണം. ഞാൻ ദീർഘമായൊരു പ്രസംഗത്തിന് വന്നതല്ല. ഒരുപാട് പരിപാടി ഇനിയും എത്തിച്ചേരാണ്ട്. ഇവിടെ നല്ലൊരു പ്രസംഗം ബഹുമാനപ്പെട്ട നമ്മുടെ സുഹൃത്ത് ഇവിടെ നടത്തുണ്ടായി. അദ്ദേഹത്തിൻ്റെ നല്ല വാക്കുകൾ ജൗഹർ ഐനിക്കോട് അദ്ദേഹം കുടുംബങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കുറേ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് കേട്ടിട്ടാണ് ഞാൻ കയറി വന്നത്. അങ്ങനെയുള്ള ക്ലാസ്സുകൾ നടക്കണം. ഒരു അപൂർവ ചാൻസാണ്. ഇന്ന് വൈകുന്നേരത്തോടെ നിങ്ങൾ പിരിയും. കിട്ടിയ ചാൻസ് നന്നായിട്ട് പറഞ്ഞു കൊടുക്കണം. അത് ചെയ്യുന്നില്ലെങ്കിൽ ഇതൊക്കെ വേസ്റ്റാണ്. ഞാൻ തുറന്നു പറയണം, ദിസ് വിൽ ബി എ മിയർ വേസ്റ്റ്. വെറും ദുർവ്യയമായി വന്നവർ തിരിച്ചു പോകുമ്പോൾ എന്തെങ്കിലും അവർക്ക് നിങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിൽ, തിരിച്ചു പോകുമ്പോൾ അവർക്ക് തോന്നണം എൻ്റെ ലൈഫിൽ വലിയൊരു സംഭവമായിപ്പോയി. ഞാൻ എൻ്റെ പ്രസംഗമായതുകൊണ്ട് പറയല്ല, ഈ യോഗത്തിന്